ശ്രേഷ്ഠ ഭാരതം. മൂങ്ങകളുടെ കുലകൂടസ്ഥയായ മാതാവാണ് ഡാഷ്. എ ബാസി, ബി ശേനി, സി ക്രൗഞ്ചി, ഡി ക്രോധാവശ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ശ്രൗണി. ഓപ്ഷൻ ബി ശേനി. ശ്രേണി. ഓപ്ഷൻ ബി ശേനി. ഓക്കെ, ഞാനത് ലോക്ക് ചെയ്തു. ഓപ്ഷൻ ബി ശേനി. എവിടെയെങ്കിലും കേട്ടിട്ട് പറഞ്ഞതാണോ? ഇല്ല, എനിക്ക് തോന്നുന്നു ബി ആണ്. നിങ്ങളുടെ തോന്നൽ തെറ്റാണ്. സോ ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്നു. മൂങ്ങകളുടെ കുലകൂടസ്ഥയായ മാതാവാണ് ഡാഷ്. എ ബാസി, സി ക്രൗഞ്ചി, ഡി ക്രോധാവശ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സി ക്രൗഞ്ചി. സി ക്രൗഞ്ചി ഞാൻ ലോക്ക് ചെയ്തു. നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണോ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഗോപാലകൃഷ്ണൻ സർ. ആദികുലം മനുവാണ്. മനു എന്നാൽ മനുഷ്യൻ എന്നർത്ഥമേ ഉള്ളൂ. ഇവിടെ പക്ഷിയുടെ റൂട്ട് ക്രൗഞ്ചി എന്ന വാക്കിൻ്റെ അർത്ഥം പക്ഷി വംശത്തിൻ്റെ ആദ്യം ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ജനിച്ച ആ റൂട്ട്, അതാണ് കുല കൂട സ്ഥ. സ്ഥ എന്ന് വെച്ചാൽ നിൽക്കുന്ന, കൂട എന്ന് വെച്ചാൽ ഒളിഞ്ഞു നിൽക്കുന്ന, കുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാൻ, കുലത്തിൽ, മനുഷ്യകുലത്തിൽ, പക്ഷികുലത്തിൽ. ആ വാക്കിന് അഗാധമായ അർത്ഥമുണ്ട്. ക്രൗഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പേരല്ല, റൂട്ടിൻ്റെ പേരാണ് പക്ഷി എന്ന് പറയുന്നത്.